future doctors. എന്തൊക്കെ അല്ലാതെ വിശേഷം? എടാ നമ്മുടെ നീറ്റ് എക്സാമിന് ഇനി ജസ്റ്റ് 1 വീക്കും കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ? ടെൻഷൻ ഉണ്ടോ എല്ലാവർക്കും? എക്സാം ആവാനായി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ് ആണ് ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ ഒരു കാര്യം മാത്രം സ്വപ്നം കാണാം, നമ്മളെല്ലാവരും നാളത്തെ ഡോക്ടർമാരാകാൻ പോകുന്ന ആൾക്കാരാണ്. അതായത് MBBS എന്നുള്ള കാര്യത്തിലോട്ട് നമ്മൾ ഏറ്റവും വളരെ അടുത്തുകൊണ്ട് വരികയാണ്. ഡോക്ടർ ആവുക എന്നുള്ളതിലോട്ട് ദൂരം കുറഞ്ഞ് വരികയാണ് അല്ലേ? ഈ എൻട്രൻസ് അഥവാ നീറ്റ് എക്സാം എന്നുള്ളത് ജസ്റ്റ് ഒരു ഗേറ്റ് പോലെ കാണുക, ഗേറ്റ് ആയിട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അല്ലാണ്ട് വലിയൊരു സംഭവമാണെന്നൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഒബ്വിയസ് ശരിയാണ്, വലിയ സംഭവമാണ്, ബട്ട് നിങ്ങൾ അത് വളരെ ലാഘവത്തോടു കൂടി കാണണം. എങ്ങനെ നമുക്ക് ലാഘവത്തോടു കൂടി കാണാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഞാൻ മെയിൻ ആയിട്ട് വേറൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് ബയോളജി. യെസ്, സോ ബയോളജിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാം. ഓക്കെ, ആൻഡ് എങ്ങനെ ഈ എക്സാമിന് നമുക്ക് ലാഘവത്തോട് കൂടിയിട്ട് നിസ്സാരമായിട്ട് കാണാൻ കഴിയും എന്നുള്ളതും. ഓക്കെ ആണോ? അപ്പൊ എല്ലാവരും ഉഷാറല്ലേ? യെസ്, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. പറയാൻ സുഖമാണല്ലേ, നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാനായിരിക്കും കുറച്ചുകൂടി ടഫ്. അപ്പൊ എന്തുകൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമുക്കൊന്നും ഉറപ്പില്ല, സീറ്റ് കിട്ടുമോ ഇല്ലേ നമുക്കൊന്നും ഉറപ്പില്ല അല്ലെ? എടാ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കടാ, സീറ്റ് കിട്ടും, എല്ലാരെ കൊണ്ട് കിട്ടാവുന്നതേ ഉള്ളൂ നീറ്റിന് ഒരു സീറ്റ്, MBBS ഒരു സീറ്റ് എന്നുള്ളത്. അത് ഞാൻ പ്രൂവ് ചെയ്താണ്, എന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? സോ യെസ്, സോ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു MBBS ഒരു സീറ്റ് എന്നുള്ളത്. ഓക്കെ ആണോ? സോ നിങ്ങൾ എങ്ങനെയാണ് നമുക്കത് ഈസി ആയിട്ട് കിട്ടുക, എങ്ങനെയാണ് ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റുക? ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് എന്താ വേണ്ടത്? കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവോ? ഇല്ല അല്ലെ? സോ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ ടെൻഷന്റെ കാര്യം. അപ്പൊ എന്തുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല? മെയിൻ ആയിട്ട് നീറ്റിൽ ചാപ്റ്റേഴ്സിലെ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഇതിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് മെയിൻ ആയിട്ട് അറിയില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ തെറ്റിപ്പോകുന്നു. ഇതൊക്കെ അല്ലേ നമ്മുടെ കോൺഫിഡൻസ് കുറയാനുള്ള കാരണം. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ഉഷാറാക്കി ചെയ്യാം? അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ശരിയാവുന്നില്ല, അപ്പൊ കോൺഫിഡൻസ് കുറയുന്നു, ടെൻഷൻ ആവുന്നു, പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല, ടെൻഷൻ ആവുന്നു അഗെയിൻ. സോ ഇതൊക്കെ ശരിയാക്കി എടുക്കണം, മനസ്സിലായി? ജസ്റ്റ് 7 ദിവസമാണുള്ളത്. ഞാൻ നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കുകയല്ല, ടെൻഷൻ കുറക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് അബൌട്ട് ദ ബയോളജി. ഏടാ 360 മാർക്സ് ആണ് നമുക്ക് ബയോളജിയിൽ നിന്ന് കിട്ടാനുള്ളത് അല്ലെ? ജസ്റ്റ് 360 എന്നല്ല, 360 മാർക്സ് ഔട്ട് ഓഫ് 720. അത് 50% നമുക്ക് എവിടെ നിന്നാണ്? ബയോളജിയിൽ നിന്നാണ് അല്ലെ? ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ബയോളജിയിൽ ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ബോട്ടണി 50, സുവോളജി 50 ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. അതിൽ 35 ക്വസ്റ്റ്യൻസ് കമ്പൽസറി എ സംഭവത്തിൽ വരും അല്ലെ? പിന്നെ ബി സെക്ഷനിൽ വരുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. വെരി സിമ്പിൾ അല്ലെ? യെസ്. സോ അതിൽ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിക്കൂടെ, ഈ 15 ക്വസ്റ്റ്യൻസിൽ 5 നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ 10 നിങ്ങൾ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാടാ. ഈ ഒരു മാർക്കൊന്നും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഉണ്ടായില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടിയൊരു ആനുകൂല്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം കേട്ടോ. സോ കണക്കാക്കണം. ഓക്കെ, യാ. ആണോ 360 ഔട്ട് ഓഫ് 360 നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എങ്ങനെ വാങ്ങിക്കാം അല്ലെ? എങ്ങനെ വാങ്ങിക്കാം? ബയോളജിനെ നീറ്റില് നമ്മുടെ നായകനോ നായികയോ ആയിട്ടോ, അല്ലെങ്കിൽ ബയോളജിനെ നീറ്റില് വില്ലനോ വില്ലത്തി ആയിട്ടോ നമുക്ക് കണക്കാക്കാം. ഒരൊറ്റ അശ്രദ്ധ മതി, മനസ്സിലായോ? ഈ നായകൻ എന്നുള്ള കഥാപാത്രം വില്ലനായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ബയോളജിനെ നമ്മുടെ നായകനാക്കി നമ്മുടെ കൂടെ കൊണ്ടുപോകാം, നീറ്റിന്റെ റിസൾട്ട് നമ്മുടെ നായകനായിട്ട് എങ്ങനെ ബയോളജിനെ കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിനെ വെച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഓൾറൈറ്റ്, യാ. നമുക്ക് 360 മാർക്സ് ആണ് ബയോളജി. എത്ര ചാപ്റ്റേഴ്സ് ആണ് ബയോളജി നിങ്ങൾക്കുള്ളത്? 11th and 12th നോക്കുമ്പോൾ നിങ്ങൾക്ക് 38 ചാപ്റ്റേഴ്സ് ആണ് ബയോളജിയിൽ നിന്ന് മൊത്തമായിട്ടുള്ളത് അല്ലേ? ഇപ്പൊ ഇനി നമുക്ക് 7 days ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് ദിവസവും നിങ്ങൾ ഏകദേശം 8 മുതൽ 10 വരെ ചാപ്റ്റേഴ്സ് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടി നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റൂലേ? പറ്റും. മനസ്സിലായോ? സിമ്പിൾ ആണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മൾ ബയോളജി പഠിക്കേണ്ടത്? ഏകദേശം നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ? ഇനി ആദ്യം മുതൽ ഫസ്റ്റ് തൊട്ടേ ബയോളജി പഠിച്ചു പോവുക എന്നുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം നമുക്ക് ഏകദേശം കുറെ കാര്യങ്ങൾ അറിയാം. യെസ്. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ചാപ്റ്റർ എടുക്കുന്നു ആൻഡ് നമ്മൾ അത് ഷട്ടപ്പടേ ഷും വായിച്ചു തീർക്കുന്നു. NCERT മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, NCERT മാത്രം. എനിക്ക് എന്റെ നീറ്റ് എക്സാം എഴുതുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. സംഭവം എനിക്ക് കോച്ചിങ് ഒക്കെ കിട്ടിയതാണ്. ഈ നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ വിചാരിക്കും എക്സ്ട്രാസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് നേടിച്ചിട്ട് അതിൽ കുറെ പഠിക്കും. പക്ഷെ നോ, എക്സാം എഴുതിയപ്പോഴാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് എക്സാം എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എക്സ്ട്രാസ് ഒന്നും നമ്മൾ നോക്കി പോണ്ട
അല്ലടാ, ഫുൾ NCERT ആണ്, അതേ ലൈൻസ് ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഈ എക്സ്ട്രാസ് ഒന്നിലൊന്നും കുത്തിയിരുന്ന് നിങ്ങൾ സമയം കളയല്ലേ പ്ലീസ്. ഓക്കെ, NCERT ഉഷാറാക്കിയിട്ട് വായിക്കുക. പിന്നെ NCERT വായിക്കുമ്പോൾ കിടിലനായിട്ട് വായിക്കണം കേട്ടോ. അതായത് കുറേ സമയം എടുത്തിട്ട് വായിക്കരുത്, പെട്ടെന്ന് എല്ലാം നിങ്ങൾ ഗ്രാസ്പ് ചെയ്യണം. അത് ഓൾറെഡി പറ്റും, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമല്ലേ. സോ ഇറ്റ് വോണ്ട് ടേക്ക് മച്ച് ടൈം ടു സ്റ്റഡി ദ എൻറ്റയർ ചാപ്റ്റർ, റൈറ്റ്? യാ, then what next? So in a 30 minutes നമ്മളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ്സിൽ നമ്മൾ ആ ചാപ്റ്ററിന്റെ NCERT വായിക്കുന്നു. ആൻഡ് ബാക്കി 10 മിനിറ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? പ്രീവിയസ് NEET ഇയർ ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പ്രീവിയസ് NEET ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2000 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല, അല്ലെ? അപ്പൊ ഏകദേശം 2013 മുതൽ അല്ലെങ്കിൽ 2015 മുതൽ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കൂടെ? അതിനുള്ള സമയമൊക്കെ ഉണ്ട് കേട്ടോ. അത് നിന്റെ സമയമില്ലെന്നൊന്നും ആരും പറയരുത്, കാരണം നമ്മൾ ഇതൊക്കെ എഴുതി വന്നതാണ്. ഈ ഒരാഴ്ചയിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ കുറേ സമയം എടുത്തിട്ടൊന്നും ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ആവശ്യമില്ലടാ, കുറച്ച് സമയം ചെയ്യും. ബയോളജി വെരി സിമ്പിൾ, നമുക്ക് കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ല, അല്ലെ? സോ പെട്ടെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ 360 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് വിദ്യകൾ പറഞ്ഞുതരാം. അതായത് ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്ന ഫിഗർ തന്നിട്ട് അതിന് താഴെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവില്ലേ? നമ്മൾ ഫിഗർ ജസ്റ്റ് ഇങ്ങനെ തിയറി വായിച്ചപ്പോൾ ഇങ്ങനെ വായിക്കും, അതിന് താഴെ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ NCERT ഒരു ചെറിയൊരു ഭാഗം ഉണ്ടാവില്ലേ, ആ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്, അത് വായിക്കണം. ഓരോ ചാപ്റ്ററിന് അവസാനം കുറച്ച് സമ്മറി ഉണ്ട്, അല്ലെ? ഒരു സമ്മറി ഉണ്ട്, ആ സമ്മറി നിങ്ങൾ വായിക്കണം. അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങളത് ഇതുവരെ വായിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അത് പുതിയതായിട്ട് പഠിക്കാനൊന്നും പോകണ്ട. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സാധനത്തിനെ നമ്മൾ കൂടുതൽ ഇങ്ങനെ സ്ട്രോങ്ങസ്റ്റ് ആക്കി കൊണ്ടുവരാം. ഓക്കെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ ആണോ? ഇത് ഡീൽ അല്ലേ? ഈ ഡീൽ നമുക്ക് ഉറപ്പിക്കല്ലേ? നിങ്ങൾ ആരും തെറ്റിക്കാൻ പോണില്ലല്ലോ. യെസ്, അത്രേ ഉള്ളൂ. സോ ഫിഗേഴ്സ്, അതുപോലെ തന്നെ ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റുകളൊന്നും നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും വരരുത് കേട്ടോ ഡേറ്റ്സിൽ. അപ്പൊ നമ്മൾ തറവായി ഒരു ചാപ്റ്റർ ഉഷാറായിട്ട് അറിഞ്ഞിരുന്ന നമുക്ക് അത്ര കൺഫ്യൂഷൻസ് ഒന്നും വരില്ല, അല്ലെ? ഇപ്പൊ പ്രീവിയസ് NEET ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഇപ്പൊ ബയോളജിയുടെ ടെൻഷൻ അങ്ങനെ കഴിഞ്ഞിട്ടു. സിമ്പിൾ ആണോ? പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ. ഈ എക്സാം എഴുതി കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ നമ്മൾ വിചാരിക്കും ഓക്കെ ബയോളജി വാസ് വെരി ഈസി ഗൈസ്, അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ തള്ളും. പക്ഷെ ആൻസർ കീ വന്നിട്ട് ബയോളജി നോക്കുമ്പോൾ ഒരുപാട് എണ്ണം തെറ്റിയതായിട്ടും നമുക്ക് തോന്നും. സോ എങ്ങനെയാണ് ഈ ഓരോ സില്ലി മിസ്റ്റേക്സ്, അല്ലെ? അതിനെ പറ്റിയിട്ട് ഞാൻ വേറെ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നായിരിക്കും. സില്ലി മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് സില്ലി മിസ്റ്റേക്ക് വരുന്നത്? ക്വസ്റ്റ്യൻസ് തന്നെ വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആവരുത് കേട്ടോ. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മതി, ഓവർ കോൺഫിഡൻ്റ് ആവരുത്. ഓൾറൈറ്റ്, യാ. പിന്നെ ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്? ടൈം മാനേജ്മെന്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ടെൻഷൻ കുറക്കാൻ നമ്മളൊരു ഹാബിറ്റ് ഉണ്ടാക്കി വെക്കണം. അതെന്താണ്? കോൺഫിഡൻസ് ഉണ്ടാക്കണം. അപ്പൊ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആഴ്ചയിൽ നമുക്ക്, ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് ചാപ്റ്റേഴ്സ് വായിക്കുക. ഒന്ന്. രണ്ടാമത്തെ എന്താണ്? വെരി സിമ്പിൾ, മോക്ക് ടെസ്റ്റ്. നമ്മൾ ഡോപ്പ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു ഡോട്ട് കൊണ്ടുവരുന്നുണ്ട്, അല്ലെ? ഡോപ്പ ഓഫ്ലൈൻ ടെസ്റ്റ്, അല്ലെ? അതായത് 10ാം തീയതി മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഒരു 5 ഡോട്ട് ടെസ്റ്റുകൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്, അല്ലെ? സോ അതൊക്കെ ചെയ്യാം. ആൻസർ കീസ് ഒക്കെ നോക്കുക, നിങ്ങൾക്ക് എവിടേക്കാ തെറ്റ് വന്നിട്ടുള്ളത് നോക്കുക. പിന്നെ അത്തരത്തിലൊരു തെറ്റ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. മനസ്സിലായില്ലേ? യെസ്, ഇത്രയും കാര്യം നിങ്ങൾ ചെയ്യാൻ ഓക്കെ ആണോടോ? ആണോ? യാ, ഫൈൻ. അപ്പൊ മോക്ക് ടെസ്റ്റ് എല്ലാവരും എഴുതൂലേ? അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് നമുക്ക് ശരിയാവില്ല. പിന്നെ നമ്മൾ NEET എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഏത് ചെയ്യണം? ഫിസിക്സ് ആണോ, കെമിസ്ട്രി ആണോ, ബയോളജി ആണോ? പലർക്കും പലതായിരിക്കും. ചിലർ വിചാരിക്കും ഫിസിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് കഴിഞ്ഞിട്ടില്ല, ബാക്കിയാണ് ചെയ്യാറില്ല. ചിലർ വിചാരിക്കും കെമിസ്ട്രി ചെയ്യാം. സോ ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇൻ ജനറൽ ഞാൻ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, ബയോളജി ഭയങ്കര സിമ്പിൾ അല്ലേ? ആദ്യം തന്നെ ഒരു സാധനം, നമ്മളൊരു കാര്യം തുടങ്ങാൻ പോകുമെന്ന് വിചാരിച്ചോ, തുടക്കം തന്നെ ഉഷാറായി കഴിഞ്ഞാൽ അത് ഒടുക്കം വരെ പോകാനുള്ള എനർജി നമുക്ക് മൊത്തമായിട്ട് കിട്ടും, അല്ലേ? സോ ഇറ്റ്സ് വെരി സിമ്പിൾ, അല്ലേ? അപ്പോൾ ഏതെങ്കിലും ബയോളജി ഒക്കെ തുടങ്ങാൻ ഭയങ്കര ഈസി അല്ലേ? പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അപ്പൊ അത് ടപ്പേന്ന് ആൻസർ ചെയ്ത് പോവാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ടപ്പെന്ന് പറഞ്ഞാൽ തെറ്റിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, നമ്മൾ അത് ഒഴിവാക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. പക്ഷെ നമ്മൾ OMR മാർക്ക് ചെയ്തത് ഒന്നായിപ്പോയി. ഡോണ്ട് ഡു ദാറ്റ്, ഓക്കെ? ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടൊക്കെ വെറുതെയോ. പക്ഷെ അങ്ങനെയൊന്നും വരൂല, വെരി റെയർ ആണ്. അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെയൊന്നും മിസ്റ്റേക്സ് ചെയ്യില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. ഓൾറൈറ്റ്, യാ, ഫൈൻ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അബൌട്ട് ബയോളജി. ഓൾറൈറ്റ്, സോ ബയോളജി ഈസ് വെരി സിമ്പിൾ അല്ലേ. ബയോളജി ഞാൻ ഇപ്പോഴും പറയുന്നു, ബയോളജി നമ്മുടെ നായകനാവാം, ബയോളജി നമ്മുടെ വില്ലനാവാം. സോ നായകനാവണോ വില്ലനാവണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നായകനായിട്ട് നിങ്ങളുടെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്ന ആളായിരിക്കും നിങ്ങളുടെ ബയോളജി എന്ന് പറയുന്നത്. അല്ല, അശ്രദ്ധയാണ്, ഓവർ കോൺഫിഡൻസ് ആണ് എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ വില്ലനായിട്ട് മാറാം. സോ യെസ്, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓൾ ദി ബെസ്റ്റ്. ബൈ.